90s കിഡ്സിനൊക്കെ 25-30 വയസ്സാകുമ്പോഴേക്കും ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു, ബോഡി പെയിൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഇടയായിട്ട് കുറെ റീൽസ് കാണാറുണ്ട് അല്ലെ. ഈ യങ് ഏജിൽ തന്നെ ബാക്ക് പെയിൻ ഒക്കെ വരാൻ പല റീസൺസും ഉണ്ട്. ഇപ്പോൾ സ്പോർട്സ് ഇഞ്ചുറി കൊണ്ട് ബാക്ക് പെയിൻ വരാം, അല്ലെങ്കിൽ അമിത വണ്ണം ഉള്ളവർക്ക് വരാം, ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് കൊണ്ട് വരാം, അങ്ങനെയൊക്കെ വരാം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വെറുതെ മെല്ലെ ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്തു, കുറച്ചു കാലം കുഴപ്പമൊന്നുമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തു പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കൂടാൻ തുടങ്ങി, പെയിൻ കൂടാൻ തുടങ്ങി, അങ്ങനെ OP-യിൽ വരുന്ന കേസസ് ഉണ്ടാവാറുണ്ട്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഇപ്പോൾ പോസ്ചറിലെ ഇഷ്യൂസ് ആണ് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. പോസ്ചർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറേ സമയം ഇരിക്കുകയാണ്. ചിലപ്പോൾ ഡ്രൈവിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സോഫയിലായിരിക്കും, അതും അല്ലെങ്കിൽ നമ്മൾ ജോലി തന്നെ കുറേ സമയം ഇരിക്കുന്ന ജോലിയായിരിക്കും. അപ്പോൾ മണിക്കൂറുകളോളം ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സർക്കുലേഷൻ കുറയും, അതുവഴി സ്പൈനിന് സ്ട്രെങ്ത് കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ബാക്ക് പെയിൻ വരാം. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ സ്ലൗച്ചിങ് ആണ്. നമ്മൾ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുന്നോട്ട് ആഞ്ഞ് കുനിഞ്ഞ് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പൈൻ്റെ മുകളിൽ കൂടുതലായിട്ട് സ്ട്രെസ് വരും. നമ്മൾ സ്പൈൻ്റെ വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള ഡിസ്കുകൾ ഉണ്ടല്ലോ, ആ ഡിസ്കുകൾക്ക് കൂടുതലായിട്ട് സ്ട്രെസ് വരും. ഇപ്പോൾ ഡിസ്ക് ഹെർണിയേഷനും അതുകൊണ്ട് ഉണ്ടാവുന്ന നെർവിലുണ്ടാവുന്ന കംപ്രഷനും അത് കാരണം ഉണ്ടാവുന്ന ബാക്ക് പെയിനും ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ വരാൻ ഇതിന് കാരണമാവും. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ടെക്സ്റ്റ് നെക്ക് ആണ്. അങ്ങനെ ഒരു വേർഡ് തന്നെ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ കഴുത്ത് താഴ്ത്തി കുറേ മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ കഴുത്തിലുള്ള സെർവിക്കൽ സ്പൈൻ്റെ മുകളിൽ നല്ലോണം സ്ട്രെസ് ഉണ്ടാവുകയും ആ പെയിന് താഴേക്ക് റേഡിയേറ്റ് ചെയ്ത് നമുക്ക് ബാക്ക് പെയിൻ ആയിട്ട് ഫീൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഭയങ്കര സെഡൻഡറി ആണ്. നമ്മൾ തീരെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. നമ്മൾ പഴയ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ ബോഡിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കോർ മസിൽസിന് സ്ട്രെങ്ത് ഭയങ്കര കുറവാണ്. കോർ മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ് കോർ മസിൽസ്. ഈ കോർ മസിൽസും ലിഗമെന്റ്സും എല്ലാതും സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ നമ്മുടെ ബോഡിയിലെ സ്പൈനിന്, നമ്മുടെ ബോഡിയുടെ വെയിറ്റിനെ താങ്ങി നിർത്താൻ ഉള്ള ശേഷി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ മസിൽസിന്റെ വീക്ക്നെസ് കൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ ബാക്ക് പെയിൻ ഇല്ലാതാക്കാൻ ഈസിയാണ്. നട്ടല് സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പടിയത്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. താങ്ക് യു.